Hello guys, welcome back to Bioshots. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് എന്ന് പറഞ്ഞ ടോപ്പിക് വളരെ എളുപ്പമാണ് പഠിക്കാൻ. എക്സാംസിന് കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ PSC ലെവൽ എക്സാംസ്, UPSC ലെവൽ എക്സാംസിന് ഈ ബ്ലഡ് റിലേറ്റഡ് ചോദിച്ചാലും പലപ്പോഴും നമ്മൾ തെറ്റിക്കുന്നുണ്ട്. ബിക്കോസ് എളുപ്പമാണെന്ന് പറയുമ്പോഴും ഒരു റിവിഷൻ ഇല്ലാത്തത് കൊണ്ട് ഇത് എപ്പോഴും തെറ്റുന്നുണ്ട്. പക്ഷെ ഈ വീഡിയോയിൽ ഞാൻ ബ്ലഡ് റിലേറ്റഡ് എല്ലാ ഫാക്ച്വൽ കാര്യങ്ങളും കമ്പൈൽ ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ബ്ലഡിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തിങ്, വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ബ്ലഡ്. ബ്ലഡിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, അതിൽ ഓരോന്ന് RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എങ്ങനെയാണ്, ഇത് ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് എന്താണ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് തിങ് ഡിസ്കസ് ചെയ്യുന്നത്, വൈ ഇറ്റ് ഈസ് വൈറ്റൽ ടു അവർ ലൈഫ്. എന്തുകൊണ്ടാണ് ബ്ലഡ് നമ്മുടെ ലൈഫിൽ എലിക്സർ ഓഫ് ലൈഫ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. വൈ ഇറ്റ് ഈസ് കോൾഡ് ലൈക്ക് ദാറ്റ്. സോ ഇത് രണ്ട് കാര്യങ്ങളാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. സോ ബിഫോർ വി മൂവ് ഓൺ, നമുക്ക് ആദ്യം തന്നെ വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് ബ്ലഡ്. ബ്ലഡിന്റെ ഫങ്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ നമ്മൾ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഫസ്റ്റ് ആൻഡ് ഓൾമോസ്റ്റ് ഇറ്റ് ഹാവ് എ ക്യാരിങ് കപ്പാസിറ്റി. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ ബോഡിയിൽ ഫുള്ളായിട്ട് എന്തൊക്കെയോ ക്യാരി ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ബ്ലഡ്. അറിയാം, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് നമുക്കറിയാം അല്ലേ. നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള ഓക്സിജൻ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ബോഡിയിലേക്ക് കൊടുക്കുന്നത് ഈ പറയുന്ന എന്താണ്, ബ്ലഡ് ആണ്. ഈ ഓക്സിജൻ ക്യാരിങ് മാത്രമല്ല, നമ്മുടെ സെൽസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, റിമൂവ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് ഓക്സിജനേഷന് വേണ്ടി റിട്ടേൺ ചെയ്ത് ക്യാരി ചെയ്യുന്നതും ബ്ലഡ് തന്നെയാണ്. അപ്പോൾ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ക്യാരിങ് ആ ഒരു എബിലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് കൂടാതെ വേറെ രണ്ട് ഫങ്ഷൻസ് ഉണ്ട്, ക്യാരിങ് ഫങ്ഷൻസ്. ഏതൊക്കെയാണ്? ന്യൂട്രിയൻസ്. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സ്റ്റൊമക്കിൽ വരുന്നുണ്ട്. സ്റ്റൊമക്കിൽ വന്നിട്ട് എങ്ങനെയാണ് ഈ ഭക്ഷണത്തിലെ ന്യൂട്രിയൻസ് ഫുൾ ബോഡിയിലേക്ക് എത്തുന്നത്? അതായത് സ്റ്റൊമക്കിന്റെ ഇൻറ്റസ്റ്റൈനിൽ അത് അബ്സോർബ് ചെയ്തിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് പമ്പ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ബ്ലഡ് സ്ട്രീം വഴിയിട്ട് കംപ്ലീറ്റ് ബോഡിയിലേക്കാണ് നമ്മൾ കഴിച്ച ഫുഡിന്റെ ന്യൂട്രിയൻസും അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ നമ്മുടെ കംപ്ലീറ്റ് ബോഡിയിലേക്ക് എത്തുന്നത്. ഓൾറൈറ്റ്. അപ്പോൾ ഫുഡിന്റെ ന്യൂട്രിയൻസ് ക്യാരിങ് എബിലിറ്റിയും കൂടി ഉണ്ട് ബ്ലഡിന്. ഓൾറൈറ്റ്. പിന്നെ ന്യൂട്രിയൻസ് മാത്രമാണോ? ഹോർമോൺസ്. നമുക്കറിയാം എൻഡോക്രൈൻ ഗ്ലാൻഡുകളുണ്ട്. അതൊരു സെപ്പറേറ്റ് ബിഗ് ടോപ്പിക് ആണ്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുത്തു തരാം. ഹോർമോൺസ് എന്ന് പറയുന്നത് ഈ എൻഡോക്രൈൻ ഗ്ലാൻഡിൽ നിന്ന് വരുന്ന കമ്പോണൻസ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഏതൊക്കെയാണ്? പിറ്റ്യൂട്ടറി ഉണ്ട്, തൈമസ് ഉണ്ട്, തൈറോയിഡ് ഉണ്ട്, ടെസ്റ്റിസ്, ഓവറി പോലുള്ള ഒത്തിരി എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്. അവർ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഹോർമോൺസ് ഏതാണോ അതിൻ്റെ ഡെസ്റ്റിനേഷൻ ഏരിയ അങ്ങോട്ട് എത്തിച്ചിട്ട് അവിടെ അതിൻ്റെ ഫങ്ഷൻ നടത്താൻ വേണ്ടി ക്യാരി ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് ബ്ലഡിനുള്ളത്. അപ്പോൾ ന്യൂട്രിയൻസ് ക്യാരി ചെയ്യുന്നുണ്ട്, ഹോർമോൺസ് ക്യാരി ചെയ്യുന്നുണ്ട്, ഗേഷ്യസ് കമ്പോണൻ്റ് ആയ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ക്യാരി ചെയ്യുന്നെന്ന് ഓർത്തിരിക്കാം. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരും, ഈ ക്യാരി ചെയ്യുന്ന ഒരു ഫങ്ഷൻ മാത്രമാണോ ബ്ലഡിനുള്ളത്? അല്ല, ക്യാരിങ് മാത്രമല്ല, അത് കൂടാതെ വേറെ ചില ഫങ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് ഇറ്റ് റെഗുലേറ്റ്സ് ദ pH. നമ്മുടെ ബോഡിക്ക് ഒരു പർട്ടിക്കുലർ pH ഉണ്ട്. നമ്മുടെ നോർമൽ ഹ്യൂമൻ ബോഡിക്ക് 7.4 pH ആണ് ഉള്ളത്. അത് സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു pH ആണ് ഉള്ളത്. സോ ഈ ആൽക്കലൈൻ pH മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് ആണെന്നാണ് പറയുന്നത്. നമ്മുടെ ബ്ലഡിൽ H+OH ആയിട്ടുള്ള കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസിങ് വഴിയിട്ട് നമ്മുടെ ബോഡിയിൽ pH ബാലൻസ് ചെയ്യാനായിട്ട് ബ്ലഡ് സ്ട്രീമിലൂടെ സഹായിക്കുന്നുണ്ട് എന്ന് ഓർത്തിരിക്കാം. സെക്കൻഡ് തിങ്, ഇറ്റ് മെയിൻറ്റെയിൻ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നമുക്ക് തന്നെ ഒരു ചൂടുണ്ട് അല്ലെ, എല്ലാ മനുഷ്യർക്കും ചൂടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ചൂട് ഫോം ചെയ്യുന്നത്? വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് ബ്ലഡ് ആണ്. നമ്മുടെ ബ്ലഡ് ഒഴുകുമ്പോൾ ഈ ചൂട് നമ്മുടെ കംപ്ലീറ്റ് ബോഡിയിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബ്ലഡ് സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ WBCs ഉണ്ട്. ഇറ്റ് ആക്ട് ആസ് എ മിലിറ്ററി ടു എക്സ്റ്റേണൽ സ്റ്റിമുലസ് അല്ല, എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ഇൻഫെക്ഷൻ എല്ലാം പ്രിവെന്റ് ചെയ്യാൻ WBC സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന
പുറത്തു നിന്ന് അണുക്കൾ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ WBCയുടെ ഫംഗ്ഷൻ കൂടുന്നുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് എന്തോ ഒരു അസുഖമുണ്ട്, അത് പനിയായിട്ട് വരുന്നു. അപ്പോൾ ഈ ടെമ്പറേച്ചർ കൂടിക്കുന്നത് എന്താണ്? നമ്മുടെ ബ്ലഡിൽ വരുന്ന ചേഞ്ചസ് ആണ് ഈ ടെമ്പറേച്ചർ കൂടുന്നതെല്ലാം തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ബ്ലഡിന് ഒരു കഴിവുണ്ട് എന്ന് ഓർത്തിരിക്കാം. പിന്നെ തേർഡ് തിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അതായത് പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ നമുക്ക് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് സ്ട്രീംസിലുള്ള WBC എന്ന് പറയുന്ന മിലിറ്ററി ഗ്യാങ് അവരെ കില്ല് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് സ്ട്രീംസ് എന്ന് ഓർത്തിരിക്കാം. സോ ഇനി നമുക്ക് ഡയറക്ട്ലി ഫാക്ട്സ് അബൌട്ട് ബ്ലഡ്. PSC എക്സാംസിന് ഒത്തിരി ഫാക്ച്വൽ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഞാൻ PSC മാത്രമല്ല, പക്ഷെ എന്നാലും ചിലപ്പോൾ നമുക്ക് ഡിഗ്രി ലെവലിലോ അല്ലെങ്കിൽ ഡിഗ്രി എക്സാംസിനും PG എക്സാംസിനും ഒക്കെ ബ്ലഡ് റിലേറ്റഡ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം ഒന്നും എഴുതാനുണ്ടാവില്ല. SCO ഒരു 4 മാർക്കോ 6 മാർക്കോ ചോദിക്കുകയാണെങ്കിൽ. പക്ഷേ ബ്ലഡ് റിലേറ്റഡ് ഇത്ര ഫാക്ച്വൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ലൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. സോ ബ്ലഡ് റിലേറ്റഡ് ഫാക്ട്സ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തിങ്, നമുക്ക് ബ്ലഡിനെ റെഡ് റിവർ ഓഫ് ലൈഫ് എന്ന് അറിയപ്പെടുന്നുണ്ട്. റെഡ് റിവർ ചിലപ്പോൾ ചോദിക്കാം, എപ്പിത്തറ്റ് റെഡ് റിവർ ഓഫ് ലൈഫ് റെഫേഴ്സ് ടു വാട്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കുക, അത് ബ്ലഡ് ആണ്. PSCക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ബ്ലഡ് ആണ് റെഡ് റിവർ ഓഫ് ലൈഫ് എന്ന് അറിയപ്പെടുന്നത്. ഓൾറൈറ്റ്, പിന്നെ ഒരു ചോദിക്കുന്നതാണ് സ്റ്റഡി ഓഫ് ബ്ലഡ്. ബ്ലഡിന്റെ സ്റ്റഡീനെ നമ്മൾ ഹെമറ്റോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഹെമറ്റോളജി, ഇത് ഓർത്തിരിക്കാൻ ഇങ്ങനെ ഒരു കാര്യം ഓർക്കുക, ഹെം അല്ലെങ്കിൽ ഹെമ എന്ന് ഹെം റിലേറ്റഡ് എല്ലാം ബ്ലഡ് ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഹെം റിലേറ്റ് ചെയ്ത് ബ്ലഡ് ആണ്, ഓളജി എന്ന് പറയുന്നത് സ്റ്റഡി ആണ്. അപ്പൊ ഹെമറ്റോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ബ്ലഡ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ബ്ലഡ് മാത്രമല്ല, ബ്ലഡ് വെസൽസ് ആൻഡ് ലിംഫാറ്റിക്സും ഒരുമിച്ചുള്ള സ്റ്റഡീനെ പറയുന്ന പേരാണ് ആൻജിയോളജി. ഇത് റിലേറ്റ് ചെയ്തായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഹെമറ്റോളജി സ്റ്റഡി ഓഫ് ബ്ലഡും ബ്ലഡ് വെസൽസും ലിംഫാറ്റിക്സും ഒരുമിച്ച് വരുവാണെങ്കിൽ ആൻജിയോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഓൾറൈറ്റ്, പിന്നെ ഒരു കാര്യം, ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന സമ്പ്രദായം നമ്മുടെ ബോഡിയിൽ ഉണ്ട് എന്ന് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തിട്ടുള്ളത് വില്യം ഹാർവെയാണ്. ആ പേര് ഓർത്ത് വയ്ക്കുക, വില്യം ഹാർവെയാണ് ആദ്യമായിട്ട് ഈ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ബോഡിയിലൂടെ നടക്കുന്നുണ്ടെന്ന് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തിട്ടുള്ളത് വില്യം ഹാർവെ. ഓൾറൈറ്റ്, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ഒരു ഹെൽത്തി ബോഡിയിൽ എത്ര ലിറ്റർ ഓഫ് ബ്ലഡ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് 5 to 6 ലിറ്റർ. ഒരു ഹെൽത്തി ആവറേജ് പേഴ്സൺ ആണ് 5 to 6 ലിറ്റേഴ്സ് ബ്ലഡ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും എന്ന് ഓർത്തിരിക്കുക. പക്ഷേ ഇത് ജെൻഡർ വൈസ് മെയിലിനും ഫീമെയിലിനും അത് വ്യത്യാസപ്പെടുന്നുണ്ട്. പക്ഷെ എന്നാലും ഇൻ ആവറേജ് 5 to 6 ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് ഒരു നോർമൽ ഹ്യൂമൻ ഹെൽത്തി ഹ്യൂമന് ഉണ്ട് എന്ന് ഓർത്തിരിക്കുക, 5 to 6 ലിറ്റേഴ്സ്. പിന്നെ ബ്ലഡ് പ്രഷറും ഇതിൻ്റെ കൂടെ ഓർത്തിരിക്കുക. ബ്ലഡിന്റെ ആ പ്രഷർ 120/80 mmHg ആണെന്ന് ഓർത്തിരിക്കുക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ 120 സിസ്റ്റോളിക് പ്രഷറും 80 ഡയസ്റ്റോളിക് പ്രഷറുമാണ്. LDCയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, 2021 ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഫാക്ച്വൽ കാര്യങ്ങളാണ് PSC പോലുള്ള എക്സാംസിന് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. 120/80 mmHg ആണ് ബ്ലഡ് പ്രഷർ ഓഫ് ആൻ നോർമൽ ഹെൽത്തി അഡൽട്ട് എന്ന് പറയുന്നത്, സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ. ഓൾറൈറ്റ്, പിന്നെ നമ്മൾ PSC നേരത്തെ പറഞ്ഞിരുന്നു 7.4 സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു pH ആണ് ബ്ലഡിനുള്ളതെന്ന് ഓർത്തിരിക്കുക. വിസ്കോസിറ്റി ഓർത്തിരിക്കുകയാണെങ്കിൽ 4.7 ആണ് അതിന്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ആ വിസ്കോസിറ്റിക്ക് കാരണമാവുന്നത് അതിലടങ്ങിയിരിക്കുന്ന ഫോംഡ് എലമെന്റ്സിന്റെ പ്രസൻസ് കൊണ്ടാണെന്നും ഓർത്തിരിക്കുക. നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് ഫോംഡ് എലമെന്റ്സ് എന്ന്. നമുക്കറിയാം ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് സ്ഫിഗ്മോമാനോമീറ്റർ ആണെന്ന് അറിയാം. അത് കണ്ടുപിടിച്ചത് കാൾ സാമുവൽ റിട്ടർ ആണെന്ന് ഓർത്തിരിക്കുക, കാൾ സാമുവൽ റിട്ടർ. ഓക്കെ, പിന്നെ കളർ ഓഫ് ബ്ലഡ് റെഡ് കളർ ആണ്. അത് വരാൻ കാരണം ഒരു പിഗ്മെന്റ് പ്രസന്റ് ആണ്. അത് നമുക്ക് അറിയാവുന്ന ഒരു ഫാക്ച്വൽ കാര്യങ്ങളാണ്. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള പിഗ്മെന്റിന്റെ പ്രസൻസിലാണ് ബ്ലഡിന് റെഡ് കളർ ഉണ്ടാവുന്നത്. ഹീമോഗ്ലോബിനിൽ അയൺ കണ്ടന്റ് കൂടുതലാണ്. അയണിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഈ റെഡ് കളർ ടു ദ ബ്ലഡ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അയൺ കണ്ടന്റ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഹീമോഗ്ലോബിന് റെഡ് കളർ. ഹീമോഗ്ലോബിൻ റെഡ് കളർ ആയതുകൊണ്ടാണ് നമ്മുടെ ബ്ലഡ് റെഡ് കളർ ആയിട്ട് മാറിയതെന്ന് ഓർത്തിരിക്കാം. ഹീമോഗ്ലോബിനെ കുറിച്ചും അയൺ കണ്ടന്റിന്റെ പ്രസൻസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് സ്ട്രക്ചർ വരച്ച് തന്നെ നമുക്ക് പഠിക്കാം. പിന്നെ
അപ്പോൾ പ്രോട്ടീൻ പാർട്ട് ഓഫ് ഹീമോഗ്ലോബിൻ ഗ്ലോബിൻ ആണ്. ഇതെല്ലാം നമ്മൾ സ്ട്രക്ചർ വൈസ് തന്നെ പഠിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ഓർത്തിരിക്കുക, നമ്മുടെ ബോഡിയിൽ ഒത്തിരി കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്. എന്താ കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുന്നത്? അതായത് ഒരു ടിഷ്യൂവിനെ അല്ലെങ്കിൽ നമ്മുടെ ബോഡി പാർട്സിനെ കണക്ട് ചെയ്യുന്ന ടിഷ്യൂസിനെയാണ് നമ്മൾ കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ബോൺ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്, മസിൽസ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. വേറൊരു കാര്യം ഓർത്തിരിക്കുക റിലേറ്റഡ് ടു ബ്ലഡ്, ഓൺലി ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ബ്ലഡ് ആണ്. പിന്നെ നമുക്കൊരു കാര്യം അറിയാം, ബ്ലഡിൽ നിന്ന് ഊസ് ഔട്ട് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് ലിംഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂന് ബ്ലഡും ലിംഫും എന്ന് നമുക്ക് ഒരുമിച്ച് പറയാം. ഇത് രണ്ടും റിലേറ്റഡ് ആയതുകൊണ്ട് ബ്ലഡ് ആണ് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് മെയിൻ ആയിട്ട് ഓർത്തിരിക്കുക. ലിംഫും ചോദിക്കുകയാണെങ്കിൽ അതും കറക്റ്റ് ആണ്. നമുക്ക് ഇതിനെ രണ്ടായിട്ട് ഒന്ന് ഡിസ്റ്റിങ്ക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, കളേർഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് ബ്ലഡും കളർലെസ് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് ലിംഫാന്ന് ഓർത്തിരിക്കുക. അപ്പൊ എക്സാമിന് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, വാട്ട് ഈസ് ദി ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ വിച്ച് ഇസ് പ്രസന്റ് ഇൻ അവർ ബോഡി എന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്ലഡ് ആണ്. കളർലെസ് ആയിട്ട് കാണപ്പെടുന്ന ലിംഫാണെന്നും ഓർത്തു വയ്ക്കുക. ഓൾറൈറ്റ്. പിന്നെ ബ്ലഡ് സെൽസിന്റെ ഫോർമേഷൻ പ്രോസസ്സിനെ പറയുന്നത് ഹീമോപോയസിസ് എന്നാണ് വിളിക്കുന്നത്. ഹീമോപോയസിസ്. അപ്പൊ ഹീമോപോയസിസ് ഹീം എന്ന് പറയുന്നത് ബ്ലഡ് റിലേറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ബ്ലഡ് പോയസിസ് ഇസ് ദ ഫോർമേഷൻ. ടെർമിനോളജിയിൽ നിന്ന് നമുക്ക് ആ ഒരു പ്രോസസ്സ് മനസ്സിലാവാം. അപ്പോൾ ഫോർമേഷൻ ഓഫ് ബ്ലഡ് സെൽസ് ഈസ് കോൾഡ് ഹീമോപോയസിസ്. പിന്നെ ടിഷ്യൂ ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് ഇൻ ദ ഹ്യൂമൻ ബോഡിയിലെ ബ്ലഡ് നമുക്കറിയാവുന്നതാണ്. പിന്നെ ബ്ലഡിൽ ഒത്തിരി പ്രോട്ടീൻസ് ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ബ്ലഡ് പ്രോട്ടീൻ സെക്രീറ്റ് ചെയ്യുന്നത് ലിവറിലാണ്. ലിവറിൽ നിന്നാണ് ആ ബ്ലഡിലുള്ള പ്രോട്ടീൻസ് സെക്രീറ്റ് ചെയ്യുന്നത് എന്നുകൂടി ഓർത്തിരിക്കുക. സോ ഇതാണ് എക്സാംസിൽ ജനറൽ ആയിട്ട് ബ്ലഡ് റിലേറ്റഡ്. ഇതിന് ഫാക്ച്വൽ ആയിട്ട് വേറെ ഉണ്ട്, പക്ഷെ ജനറൽ ആയിട്ട് ബ്ലഡ് റിലേറ്റഡ് കാര്യങ്ങൾ എക്സാമിന് ചോദിക്കുന്നത് ഈ പറയുന്ന പോർഷനിൽ നിന്നാണെന്ന് ഓർത്തിരിക്കുക. ഇതിൽ കൂടുതലൊന്നും അധികം ചോദിക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കോമ്പോസിഷൻ ഓഫ് ബ്ലഡിലേക്ക് ഡയറക്റ്റ്ലി നമുക്ക് അടക്കാം. വാട്ട് ഓൾ ആർ ദി കോമ്പോസിഷൻ ഓഫ് ബ്ലഡ്? അപ്പോൾ ബ്ലഡിനെ നമുക്ക് ഫോംഡ് എലമെന്റ് സസ്പെൻഡഡ് ഇൻ പ്ലാസ്മ എന്ന് പറയാം. അതായത് ഇത് നമ്മുടെ ബ്ലഡ് വെസലാണ് കൺസിഡർ ചെയ്യാം. ഇതിലൂടെയാണ് ബ്ലഡ് ഒഴുകുന്നത്. അപ്പോൾ റെഡ് കളറിൽ നിന്ന് മാറ്റിയിട്ട് അതിലുള്ള കമ്പോണൻസ് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം പ്ലാസ്മ ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസ് RBC ഉണ്ട്, പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം, ഈ യെല്ലോ കളർ ഫ്ലൂയിഡ് ആയിട്ട് കാണുന്ന ഒരു കമ്പോണൻറ്റില്ലേ, അതിനെയാണ് നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ പ്ലാസ്മയാണ് ഫ്ലൂയിഡിറ്റി ബ്ലഡിന് നൽകുന്നത് പ്ലാസ്മയുടെ പ്രസൻസ് കൊണ്ടാണ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ അത് പ്ലാസ്മയുടെ ഉള്ളിൽ കിടക്കുന്ന കുറേ സെല്ലുകളുണ്ട്, അതാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന്. ഒരു വൈറ്റ് പാച്ചസ് പോലെ കാണുന്നതാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞിരുന്നു, ശരിക്കും പറഞ്ഞാൽ ബ്ലഡിന് റെഡ് കളർ തരുന്നത് ഈ RBCയുടെ പ്രസൻസ് കൊണ്ടാണ് അല്ലേ. അപ്പോൾ ഈ RBC റെഡ് ആയിട്ട് കിടക്കുന്ന ഈ സെൽസിനെയാണ് നമ്മൾ RBC എന്ന് പറയുന്നത്. റെഡ് ബ്ലഡ് സെൽസ് എന്ന് മാത്രമല്ല, അതിനെ എറിത്രോസൈറ്റ്സും എന്നും അറിയപ്പെടുന്നുണ്ട്. നമ്മൾ പതിയെ വരുമ്പോൾ നമുക്ക് ഈ പേരുകളെല്ലാം ഫെമിലിയർ ആയിട്ട് വരുന്നുണ്ട്. എറിത്രോസൈറ്റ്സ് എന്നും RBCനെ വിളിക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ വൈറ്റ് കളർ പാച്ചസ് കാണുന്നുണ്ട്, വലിയ വൈറ്റ് സെൽസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് അത്. ചിലതിന് വലിയ ന്യൂക്ലിയസ് ആയിരിക്കും, ചിലതിന് ഇങ്ങനത്തെ ന്യൂക്ലിയസ് ആണ്, ചിലത് ഹെഡ്സെറ്റ് മോഡൽ ന്യൂക്ലിയസ്, ചിലതിന് കിഡ്നി ഷേപ്ഡ്, ചിലതിന് മൾട്ടി ലോബ്ഡ്. അങ്ങനെ പല ഷേപ്പ് ഓഫ് ന്യൂക്ലിയസ് കാണപ്പെടുന്ന ഒരേപോലത്തെ സെല്ലുകളുണ്ട്. അതിനെ നമ്മൾ വൈറ്റ് ബ്ലഡ് സെൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, വൈറ്റ് ബ്ലഡ് സെൽസ്. അതിനെ ലൂക്കോസൈറ്റ്സും എന്നും അറിയപ്പെടുന്നുണ്ട്. സോ ഈ ഓരോ കമ്പോണന്റിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ബിഫോർ വി മൂവ് ഓൺ, ബ്ലഡിൽ ഇങ്ങനെ ഓരോ കമ്പോണൻസ് ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് സ്റ്റഡി ചെയ്തത് എന്നൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നമ്മൾ പറഞ്ഞു വില്യം ഹാർവേ ആണ് ആദ്യമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എങ്ങനെയായിരിക്കും ബ്ലഡിന്റെ കമ്പോണൻസും ഒക്കെ മനസ്സിലാക്കിയത്? അത് സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സിലൂടെയാണ്. എന്താണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്? അതായത് ഇതുപോലെ കുഞ്ഞു ട്യൂബിൽ നമ്മുടെ ബ്ലഡ് സാമ്പിൾ അങ്ങ് ഇടും, ഫുൾ ആയിട്ടുള്ള ഒരു ബ്ലഡ് സാമ്പിൾ ഇടും. എന്നിട്ട് ഈ സെൻട്രിഫ്യൂഗിന്റെ ആ ഒരു ലോബിലേക്ക് ഇത് ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് സെൻട്രിഫ്യൂഗേഷൻ നടക്കുന്നു. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു
ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ ഹയർ 1000 RPM സ്പീഡിലൊക്കെ ഇത് റൊട്ടേറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഇത് റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി ബേസ്ഡ് അത് സെറ്റിൽ ചെയ്യുന്നു. ബ്ലഡിലെ കമ്പോണൻസ് എല്ലാം തന്നെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ആ സെറ്റിലിംഗ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അത് ഡെൻസിറ്റി ബേസ്ഡ് ആണെന്നല്ലോ പറഞ്ഞത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത് ഏറ്റവും അടിയിലായിട്ട് സെറ്റിൽ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ പിന്നെ അതിന് മേലിൽ അതിന് ഡെൻസിറ്റി കുറവ്, പിന്നെ അതിന് മേലിൽ അതിന് ഡെൻസിറ്റി കുറവ്. അപ്പൊ ഞാൻ ഇത് ഇവിടെ പറയാൻ കാരണം എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം, ബ്ലഡിലെ ഏറ്റവും ഡെൻസർ ആയിട്ടുള്ള ഫോംഡ് എലമെന്റ് ഏതാണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർത്തിരിക്കുക, അത് എറിത്രോസൈറ്റ് ആണ്. അതായത് RBC ആണ് നമ്മുടെ ബ്ലഡിലെ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത് എന്ന് ഓർത്തിരിക്കുക. അതിനുശേഷം വരുന്നത് പ്ലേറ്റ്ലെറ്റ്സും ലൂക്കോസൈറ്റ്സ് ആണ്. അതായത് പ്ലേറ്റ്ലെറ്റ്സും വൈറ്റ് ബ്ലഡ് സെൽസ് ആണെന്ന് ഓർത്തിരിക്കുക. ഈ പ്ലേറ്റ്ലെറ്റ്സും വൈറ്റ് ബ്ലഡ് സെൽസും വളരെ മൈന്യൂട്ട് ആണ് നമ്മുടെ ബ്ലഡിലുള്ളത്. അതുകൊണ്ടാണ് ഒരു ബഫി കോട്ട് പോലെ ഒരു സിംഗിൾ ലൈൻ പോലെ നമുക്ക് കാണപ്പെടുന്നത്. പിന്നെ നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും ഡെൻസിറ്റി കുറവും നമ്മുടെ ബ്ലഡിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ പറയുന്ന പ്ലാസ്മയാണ്. അല്ല, യെല്ലോ കളറിൽ കാണപ്പെടുന്ന പ്ലാസ്മയാണ്. കാരണം അത് ഫ്ലൂയിഡ് ആണ് അല്ലേ, അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി കുറവാണ്. പക്ഷെ നമ്മുടെ ബ്ലഡിലെ ഏറ്റവും കൂടുതൽ ഒരു 55% കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവും കൂടുതൽ പ്ലാസ്മയാണ് കാണപ്പെടുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ വഴിയാണ് കണക്കാക്കണമെന്നും ഡെൻസിറ്റി എറിത്രോസൈറ്റ്സിനും ഏറ്റവും കുറവ് പ്ലാസ്മയ്ക്കാണെന്നും ഓർത്തിരിക്കുക. ചിലപ്പോൾ എക്സാംസിന് ചോദിക്കാം. സോ നമുക്ക് ഓരോ കമ്പോണന്റ് ആയിട്ട് നോക്കിയെടുക്കാം. ഫസ്റ്റ് നമ്മൾ പ്ലാസ്മയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ പ്ലാസ്മ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഫ്ലൂയിഡ് കമ്പോണന്റ് ഓഫ് അവർ ബ്ലഡ് ഈസ് പ്ലാസ്മ എന്ന് പറയുന്നത്. പ്ലാസ്മ ഇല്ലെങ്കിൽ ശരിക്കും ബ്ലഡ് ഒരു ലിക്വിഡ് പോലെ ഇരിക്കത്തില്ല. മനസ്സിലായോ? അപ്പൊ പ്ലാസ്മ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കൂടുതൽ ശതമാനം, ഓൾമോസ്റ്റ് 90% ഓഫ് പ്ലാസ്മ ഈസ് വാട്ടർ. വെള്ളം കൊണ്ടിട്ടാണ് പ്ലാസ്മയുടെ 90%ഉം ഉള്ളത്. ശരിക്കും നമ്മുടെ ബ്ലഡിനും നമ്മുടെ ബോഡി വെയിറ്റിൽ ഒരു കുറച്ച് പെർസെൻറ്റേജ് ഉണ്ട്. അതിൽ 90%ഉം വെള്ളം കൊണ്ടുള്ള വെയിറ്റ് ആണെന്നും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ പ്ലാസ്മയിലും 90%ഓളം വെള്ളമാണ് ഉള്ളത്. അപ്പോൾ 10% എന്തായിരിക്കും? ബാക്കി 10% ഉള്ളത് പ്രോട്ടീൻസ് ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്, അയോൺസ് ഉണ്ട്, ഗ്യാസസ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാരിയിങ് ഒരു പവർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ ന്യൂട്രിയൻസും ഹോർമോൺസും എല്ലാം ക്യാരി ചെയ്യുന്നത് പ്ലാസ്മയിലൂടെയാണ് എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഈ ന്യൂട്രിയൻസും ഹോർമോൺസും പ്ലാസ്മ വഴിയിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കുക. അത് മാത്രമല്ല കുറെ പ്രോട്ടീൻസും പ്ലാസ്മ വഴിയിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അയോൺസ് ഉണ്ട്. പക്ഷെ ഗേഷ്യസ് കംപ്ലീറ്റ് ആയിട്ട് പ്ലാസ്മ വഴിയിട്ടല്ല, RBC വഴിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അറിയാവുന്നതാണ്. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ക്യാരി ചെയ്യുന്നത് ഈ പറയുന്ന RBC വഴി ട്രാൻസ്പോർട്ടാണ് കൂടുതൽ നടക്കുന്നത്. പക്ഷെ എന്നാലും കുറച്ച് പെർസെൻറ്റേജ് പ്ലാസ്മയും ഈ ഗ്യാസസിനെ ക്യാരി ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, അപ്പൊ ഇതും ഓർത്തിരിക്കുക. സോ പ്ലാസ്മ ഈസ് 90% വാട്ടർ ആണ്. അതുകൂടാതെ പ്രോട്ടീൻസ് ഉണ്ട്, ന്യൂട്രിയൻസ്, അയോൺസ്, ഗ്യാസസ് ആൻഡ് ഹോർമോൺസും ഉണ്ടെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഈ പ്ലാസ്മയുടെ കാര്യം പറഞ്ഞോ, പ്ലാസ്മയിൽ കുറച്ച് പ്രോട്ടീൻസിന്റെ കാര്യം ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 പ്രോട്ടീൻസ് ആണുള്ളത്. ഒന്ന് ആൽബുമിനും 2 ഗ്ലോബുലിനും ആണ് വരുന്നത്. ആൽബുമിൻ ആൻഡ് ഗ്ലോബുലിൻ. എക്സാംസിന് ചോദിക്കാം ബ്ലഡിലുള്ള പ്രോട്ടീൻസ്, ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീൻസ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൽബുമിനും ഗ്ലോബുലിനാണ് ഉള്ളത്. ആൽബുമിനും ഗ്ലോബുലിനും നമ്മുടെ ബ്ലഡിലാണ്, അതായത് എസ്പെഷ്യലി പ്ലാസ്മയിലാണ് കാണുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ളത്. ഇത് മാത്രമാണെന്ന് ചോദിച്ചാൽ അല്ല, ഫൈബ്രിനോജൻ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ളത് എന്ന് ഓർത്തിരിക്കുക. പിന്നെ പ്ലാസ്മയിൽ കുറച്ച് ഫാക്റ്റുള്ള കാര്യം ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതിയേക്കാണ്. പ്ലാസ്മയിൽ അതായത് ബ്ലഡിന്റെ 55%, 55%ഉം എന്താണുള്ളത്? വാട്ടർ ആണുള്ളത്, അല്ലെങ്കിൽ പ്ലാസ്മയാണുള്ളത്. അതിൻ്റെ 90%ഉം വാട്ടർ ആണുള്ളതെന്ന് ആ ഒരു ഫാക്ച്വൽ കാര്യം ഓർത്തിരിക്കുക. പിന്നെ പ്രോട്ടീൻസ് പ്രസന്റ് ഇൻ പ്ലാസ്മ എന്ന് പറയുന്നത് ആൽബുമിനുണ്ട്, ഗ്ലോബുലിനുണ്ട്, പിന്നെ ഫൈബ്രിനോജൻ മെയിൻലി നമ്മൾ ബ്ലഡ് ക്ലോട്ടിംഗ് പറയുമ്പോൾ അത് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സിന്റെ കാര്യം പറയുമ്പോഴാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ ആൽബുമിനും ഗ്ലോബുലിനാണ് മെയിൻ ആയിട്ട് ബ്ലഡിൽ കാണപ്പെടുന്ന, പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ കമ്പോണന്റ് എന്ന് ഓർത്തിരിക്കുക. അതിൽ ആൽബുമിൻ പറഞ്ഞല്ലോ, ആൽബുമിൻ എസ്പെഷ്യലി ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോട്ടീൻ കൂടുതലും സഹായിക്കുന്നത്.
ഗ്ലോബുലിൻ ആന്റിബോഡീസ്, നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസിന് ആന്റിബോഡീസ് പ്രൊഡക്ഷൻ വരുന്നുണ്ട്. ആന്റിബോഡീസ് പ്രൊഡക്ഷന് വേണ്ടി സഹായിക്കുന്നതാണ് ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രോട്ടീൻസിന്റെ കാര്യം ഓർത്തിരിക്കുക. ഇത്രയാണ് പ്ലാസ്മയെ കുറിച്ച് സ്പെഷ്യലി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടതുള്ളൂ. വേറെ ഇതിൽ കൂടുതലൊന്നും പ്ലാസ്മയിൽ ചോദിക്കുന്നില്ല. സോ നമ്മൾ പ്ലാസ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ച്വൽ കാര്യങ്ങളെല്ലാം പഠിച്ചല്ലോ. ഇനി നെക്സ്റ്റ് ഫോംഡ് എലമെന്റ് ആയിട്ടുള്ള RBC, വിച്ച് ഈസ് റിയലി വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളതും ഈ പറയുന്ന RBCയെ കുറിച്ചിട്ടാണ്. ഈ ഷേപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഒരു ബൈകോൺകേവ് ആയിട്ടുള്ള ഷേപ്പാണ് അല്ലെ. ഇവിടെ കുറച്ച് കുഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് പൊങ്ങിയിട്ടാണ് ശരിക്കും പറയുന്നത് പ്ലാസ്മയുടെ ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത്, അതിന്റെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ബ്ലഡ് സെൽസിൽ എനുക്ലിയേറ്റഡ്, ന്യൂക്ലിയസ് ഇല്ലാത്ത കമ്പോണന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന RBC ആണ്. പക്ഷെ RBC മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പ്ലേറ്റ്ലെറ്റ്സിനൊന്നും ന്യൂക്ലിയസ് ഇല്ല. പക്ഷേ ഇമ്പോർട്ടൻറ്റ് സെല്ലിൽ ഏറ്റവും WBCക്ക് ന്യൂക്ലിയസ് ഉണ്ട്. പക്ഷേ RBCക്ക് ന്യൂക്ലിയസ് ഇല്ല എന്നൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ എനുക്ലിയേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് സെൽ എന്ന് പറയുന്നത്, കളേർഡ് ബ്ലഡ് സെൽ എന്ന് പറയുന്നത് RBC ആണെന്ന് ഓർത്തിരിക്കുക. RBC എന്ന് പറയുന്ന വേറൊരു പേരാണ് എറിത്രോസൈറ്റ്. അപ്പോൾ RBC നമുക്ക് ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ, സൂം ഇൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഹീമോഗ്ലോബിന്റെ ഒരു പ്രസൻസ് കാണപ്പെടുന്നുണ്ട്. RBCയുടെ ഉള്ളിൽ കാണപ്പെടുന്ന ഒരു വലിയ പ്രോട്ടീൻ കമ്പോണന്റ് ആണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഈ ഹീമോഗ്ലോബിൻ ആണ് മെയിൻലി ഓക്സിജൻ ക്യാരി ചെയ്യുന്നത്. നമുക്ക് ഈ സ്ട്രക്ചർ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ സ്ട്രക്ചർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അതായത് ഇതൊരു വലിയ ഒരു പ്രോട്ടീൻ പോലെയാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത്. RBCയുടെ ഉള്ളിലാണ് ഹീമോഗ്ലോബിൻ കാണുന്നത്. സോ അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിന് 4 ലോബുകൾ കാണാം അല്ലേ. 4 ലോബുകളായും കുറെ ചെറിയ ഡിസ്ക് അതിന്റെ ഉള്ളിൽ തന്നെയായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഹീമോഗ്ലോബിൻ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഹീമോഗ്ലോബിനെ നമുക്കൊന്ന് ടെർമിനോളജി വൈസ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഹീം പാർട്ട് ഉണ്ട്, ഹീം എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടുണ്ട്, പിന്നെ ഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടുണ്ട് അല്ലേ. ഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടുണ്ട്. അപ്പൊ ഈ ഗ്ലോബിൻ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞത്? ഗ്ലോബിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ പാർട്ട് ഓഫ് RBC ആണ് ഗ്ലോബിൻ എന്ന് പറയുന്നത്. ഈ ഗ്ലോബിൻ പാർട്ടാണ് നമ്മൾ ഈ ഒരു കോയിൽ പോലെ കണ്ടോ, ഇങ്ങനെ കിടക്കുന്ന കോയിൽ പോലുള്ള കാണുന്നത് ഈ പറയുന്ന പ്രോട്ടീൻ പാർട്ടാണ്. കണ്ടോ, കോയിൽ കാണിക്കുന്നത് ഈ പറയുന്ന പ്രോട്ടീൻ പാർട്ടാണ്. അപ്പൊ ഈ പിക്ചറിൽ നമുക്ക് മനസ്സിലാവും എത്ര കോയിൽ ഉണ്ട്. 1 2 3 4. ഓക്കെ, അപ്പൊ ഈ കോയിൽസിനെ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്യാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോബിൻസ് 2 ആൽഫ ചെയിനും ഉണ്ട്, അതുപോലെ തന്നെ 2 ബീറ്റ ചെയിനും ആണ് കോയിൽസ് ഉള്ളത്. ഓക്കെ, അപ്പൊ 2 ആൽഫ ചെയിനും ഉണ്ട്, 2 ബീറ്റ ചെയിനും ആണ് സ്പെഷ്യലി ഹീമോഗ്ലോബിന് ഉള്ളത്. അപ്പോൾ ആ ചെയിൻ മാത്രം നോക്കുകയല്ലാതെ ഓരോ ചെയിനിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഡിസ്ക് പോലുള്ള സംഭവം കാണാമല്ലോ, ചെറിയ ഡിസ്ക്. അതൊന്ന് സൂം ഇൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു പോർഫൈറിൻ റിങ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്താണിത്? ഇതാണ് ശരിക്കും അതിന്റെ ഹീം പാർട്ട് എന്ന് പറയുന്നത്. ഈ ഹീം നമ്മൾ ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഹീം പാർട്ട് എന്ന് പറയുന്നത് ഗ്ലോബിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഡിസ്ക് പോലത്തെ ഒരു കമ്പോണന്റ് ആണ്. ഹീം പാർട്ട് നോക്കുകയാണെങ്കിൽ ഇതിന്റെ സ്ട്രക്ചറും പോർഫൈറിൻ റിങ്ങിന്റെ കാര്യമൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു സൈക്ലിക് സ്ട്രക്ചർ ആണെന്നും അതുകൂടാതെ ഇതിന്റെ സെൻട്രൽ കാണപ്പെടുന്നത് അയേൺ ആണ് എന്ന് കൂടി ഓർത്തിരിക്കുക. അതാണ് നമുക്ക് മെയിൻ ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടത്. അപ്പൊ അയേൺ ആണ് ഹീമിന്റെ സെൻട്രൽ ഭാഗത്ത് കാണുന്ന എലമെന്റ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും ഓർക്കുക. ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ ആണ് പറഞ്ഞു വന്നത്. ഹീമോഗ്ലോബിന് 4 ഗ്ലോബിൻ സ്ട്രക്ചർ ഉണ്ട്. ആ 4 ഗ്ലോബിൻ സ്ട്രക്ചറിൽ 2 ആൽഫയുണ്ട്, 2 ബീറ്റ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ആ ഒരു ഗ്ലോബൽ സ്ട്രക്ചറിന്റെ ഉള്ളിലാണ് നമ്മൾ ഡിസ്ക് പോലുള്ള ഹീം പാർട്ട് കാണപ്പെടുന്നത്. ഈ ഹീം പാർട്ട് ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ അയേണിന്റെ പ്രസൻസ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ ഹീമോഗ്ലോബിനിലെ ഈ കമ്പോണന്റ് ആണ് ഓക്സിജനെയും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡെയും ക്യാരി ചെയ്തത് എന്നുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കാം. So this is about the structure of hemoglobin എന്ന് പറയുന്നത്. Alright, ഇനി നമുക്ക് ആസ് യൂഷ്വൽ നമുക്ക് ഫാക്ട്സ് അബൌട്ട് RBC നോക്കണം. എക്സാമിന് അങ്ങനെയാണ് ചോദിക്കുന്നത്. ഹീമോഗ്ലോബിൻ സ്ട്രക്ചർ ഒക്കെ ചിലപ്പോൾ ചോദിക്കണമെന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ സ്ട്രക്ചർ ഒക്കെ പറഞ്ഞെന്നുള്ളൂ. പക്ഷേ PSC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫാക്ട്സ് അബൌട്ട് RBC ആണ്. ഫസ്റ്റ് ഫാക്ട്, എവിടെയാണ് RBC
പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ബോൺ മാരോ ആണ്. എന്താണ് ബോൺ മാരോ? ശരിക്കും നമ്മുടെ ഇത് നമ്മളൊരു ബോൺ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളില് കമ്പോണന്റ് ഉണ്ട്. അത് നമ്മൾ മജ്ജ എന്നൊക്കെ മലയാളത്തിൽ പറയും അല്ലെ, മജ്ജ. ആ മജ്ജയാണ് ബോൺ മാരോ എന്ന് പറയുന്നത്. ഈ ബോൺ മാരോയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞ ഈ RBC ഫോം ചെയ്യുന്നത്. അത് ഓർത്തിരിക്കാം. പിന്നെ ഒരു ഫാക്ച്വൽ കാര്യമാണ് ലൈഫ് സ്പാൻ ഓഫ് RBC. RBC ഒരു 120 ദിവസം മാത്രമാണ് ഒരു RBCയുടെ ലൈഫ് എന്ന് പറയുന്നത്. വൺസ് ബോൺ മാരോയിൽ നിന്ന് ഒരു RBC വന്നു, ഇത് 120 ഡേയ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഡിസോസിയേറ്റ് ചെയ്യുന്നു. ഇത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് പുതിയ RBC ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഈ ഹീമോഗ്ലോബിന്റെ ഈ പോർഫൈൻ റിംഗ് പറഞ്ഞില്ലേ, ഹീം പാർട്ട്, ഇത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഗ്ലോബിൻ പാർട്ട് എല്ലാം ഡിസോസിയേറ്റ് ചെയ്ത് പുതിയത് ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഹീം പാർട്ട് അവർ തിരിച്ചിടുന്നു. അപ്പോൾ ഈ ബോൺ മാരോ ചെന്ന് ഈ ഹീം പാർട്ട് ഹീമോഗ്ലോബിൻ ഫോം ചെയ്യാനായിട്ട് റീയൂസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ പുതിയ RBCs ആണ് ഇത് ഫോം ചെയ്യിക്കുന്നത്. 120 ഡേയ്സ് ആണ് ഒരു RBCക്ക് ലൈഫ് ഉള്ളൂ എന്ന് ഓർത്തിരിക്കാം. പിന്നെ അതിന്റെ ഷേപ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ബൈകോൺകേവ് ഡിസ്ക് ഷേപ്പ് സെൽസ് വിത്ത് ഫ്ലാറ്റൻഡ് സെന്റർ ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ പ്രൊഡക്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ is controlled by erythropoietin. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ കിഡ്നി ഇല്ലേ, കിഡ്നി ഒരു പർട്ടിക്കുലർ ഹോർമോൺ അല്ലെങ്കിൽ ഓൺലി ഹോർമോൺ വിച്ച് ഈസ് റിലീസ്ഡ് ബൈ കിഡ്നി, ഓൺലി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഇമ്പോർട്ടന്റ് ഹോർമോൺ വിച്ച് ഈസ് റിലീസ്ഡ് ബൈ കിഡ്നി എന്ന് പറയുന്നത് എറിത്രോപോയറ്റിൻ ആണ്. എറിത്രോപോയറ്റിൻ. ഇത് ഓർത്തിരിക്കാനായിട്ട് നമുക്ക് ആ ഫാക്ച്വൽ ആയിട്ട് അല്ലെങ്കിൽ കീ ടേമിലൂടെ ഓർക്കാം. എറിത്രോ എന്ന് പറഞ്ഞ എന്താണ്? എറിത്രോസൈറ്റ് റിലേറ്റഡ് ആണ്. എന്താണ് എറിത്രോസൈറ്റ്? എറിത്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ RBC ആണ്. അപ്പൊ RBC റിലേറ്റഡ് അല്ലെങ്കിൽ RBCയുടെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ എന്ന് പറഞ്ഞിട്ടുള്ളത് എറിത്രോപോയറ്റിൻ ആണെന്ന് ഓർത്തിരിക്കാം. പിന്നെ എറിത്രോപോയറ്റിൻ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്? നമ്മുടെ ബ്ലഡിൽ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് RBC ഉണ്ടാവുമല്ലോ, ഇത് സഫീഷ്യന്റ് ആണെങ്കിൽ കിഡ്നി ഈ പറയുന്ന എറിത്രോപോയറ്റിൻ റിലീസ് ചെയ്യുന്നില്ല. പക്ഷെ ഇഫ് ഇറ്റ് ഈസ് നോട്ട് സഫീഷ്യന്റ്, എറിത്രോപോയറ്റിൻ ഹോർമോൺ ആക്ടിവേറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി മോർ RBCs ബോൺ മാരോയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് വിടാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന എറിത്രോപോയറ്റിൻ ഹോർമോൺ ഫ്രം കിഡ്നി കൺട്രോളിങ് ദ പ്രൊഡക്ഷൻ ഓഫ് RBC എന്ന് ഓർത്തിരിക്കാം. ഓക്കെ. പിന്നെ presence of special protein ഹീമോഗ്ലോബിൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബ്ലഡ് സെൽ വിത്തൗട്ട് ന്യൂക്ലിയർ എന്ന് പറയുന്നത് RBC, അതും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. പക്ഷേ ഒരു എക്സെപ്ഷൻ ഉണ്ട്, എല്ലായിടത്തും ഒരു എക്സെപ്ഷൻ ഉണ്ടാവുമല്ലോ. നമ്മുടെ മാമൽസിന്റെ കേസിൽ ന്യൂക്ലിയസ് RBCക്ക് ന്യൂക്ലിയസ് ഉള്ള ഏക മാമൽ എന്ന് പറയുന്നത് ക്യാമൽ ആണ്. ഓർത്തിരിക്കാം. PSCക്ക് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, ഓൺലി മാമൽ ഹാവിംഗ് ന്യൂക്ലിയസ് in RBC is camel. ക്യാമലിന്റെ RBCക്ക് ന്യൂക്ലിയസ് ഉണ്ടെന്ന് ഓർത്തിരിക്കാം. പിന്നെ നമ്മുടെ എത്രമാത്രം RBC കമ്പോണന്റ്, 1 ml ഓഫ് ബ്ലഡിൽ ഓൾമോസ്റ്റ് 45 to 60 lakh RBCs ഉണ്ട് എന്നാണ് പറയുന്നത്. 45 തൊട്ട് 60 ലക്ഷം RBCs. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഫോംഡ് എലമെന്റ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ പറയുന്ന RBCs ആണ്. 45 to 60 lakh ആണ് ഹെൽത്തി പേഴ്സൺ നോർമൽ ആയിട്ട് കാണപ്പെടുന്നത്. ഈവൻ ഇതും ജെൻഡർ വൈസ് ഡിഫറെന്റ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെ ഒരു ഫാക്ച്വൽ ആണ്, ഒരു ഓർഗനെ കുറിച്ച് പറയാം, സ്പ്ലീൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റൊമക് ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗത്തുള്ള ഒരു ചെറിയൊരു ഓർഗൻ ആണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. സ്പ്ലീനിനെ നമ്മൾ ഗ്രേവ്യാർഡ് ഓഫ് RBC എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഗ്രേവ്യാർഡ് ഓഫ് RBC എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു ഒരു RBCക്ക് 120 ഡേയ്സ് ആണ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തായാലും ഡിസോസിയേറ്റ് നശിപ്പിക്കണമല്ലോ. അപ്പൊ ഇത് നശിക്കുന്നത് സ്പ്ലീനിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഓർത്തിരിക്കുക, സ്പ്ലീനിൽ വെച്ചിട്ടാണ് ശരിക്കും ഈ പറയുന്ന RBC ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സ്പ്ലീനിനെ നമ്മൾ ഗ്രേവ്യാർഡ് ഓഫ് RBC എന്ന് അറിയപ്പെടുന്നത്. ഇപ്പൊ ഇത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് നമ്മുടെ ഫീക്കൽ മാറ്ററിലൂടെയാണ് റിമൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഫീക്കൽ മാറ്ററിന് ഒരു യെല്ലോ കളർ വരാനുള്ള വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നത്. സോ ഗ്രേവ്യാർഡ് ഓഫ് RBC എന്ന് പറയുന്നത് സ്പ്ലീൻ ആണെന്ന് ഓർത്തിരിക്കാം. അല്ലെങ്കിൽ വേറൊരു ഇങ്ങനെ ചോദിക്കാം, ഓർഗൻ ദാറ്റ് ഈസ് നോൺ ആസ് ബ്ലഡ് ബാങ്ക് ഇൻ ദ ബോഡി എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ റിസർവയർ ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് സ്പ്ലീൻ, അങ്ങനെയും ഫാക്ച്വലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്പ്ലീനെ ആ ഇമ്പോർട്ടൻസ് വിത്ത് RBC അത് ഓർത്തിരിക്കാം.
ഇനി അടുത്തത് ഡെഫിഷ്യൻസി മൂലം അബ്നോർമൽ ഇൻക്രീസ് മൂലം ഉണ്ടാവുന്ന ഡിസീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. RBCയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാവുന്ന ഡിസീസ് ആണ് അനീമിയ എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളതാണ് അല്ലേ? RBC വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ ഫുൾ ബോഡിയിൽ അവർക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അതിന് നമ്മൾ വിളർച്ച എന്നൊക്കെ പറയുന്നത്. സോ RBC ഡെഫിസിറ്റി ആണ് ഈ അനീമിയ എന്ന് പറയുന്നത്. അബ്നോർമൽ ആയിട്ടുള്ള ഇൻക്രീസ് ഇൻ RBC കൗണ്ടിന് നമ്മൾ പോളിസൈത്തീമിയ എന്നാണ് പറയുന്നത്. അതായത് ഡെഫിഷ്യൻസിയും പ്രശ്നമാണ്, അതിന്റെ അബ്നോർമൽ ഇൻക്രീസ് ആണ് പോളിസൈത്തീമിയ, അതും പ്രശ്നം തന്നെയാണ്. ഓക്കെ, ഈ RBCക്ക് എഫക്റ്റ് ചെയ്യുന്ന ഒരു ജനറ്റിക് ഡിസീസ് ഉണ്ട്, അതിനെ നമ്മൾ സിക്കിൾ സെൽ അനീമിയ എന്നാണ് പറയുന്നത്. ഈ RBC സെല്ലിൽ മാത്രം അഫക്റ്റ് ചെയ്യുന്നതാണ്. ഈ RBC സെല്ല് ശരിക്കും ഒരു സിക്കിൾ പോലെ വളഞ്ഞിരിക്കുന്നു. ഇതാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പേര് വരാൻ കാരണം. കാരണം ഇവരുടെ ഒരു നമ്മൾ പറഞ്ഞ ബൈക്കോൺകേവ് ഷേപ്പ് നഷ്ടപ്പെട്ടിട്ട് ഒരു അരിവാള് പോലെ സിക്കിൾ പോലെ വളഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഉണ്ടാവത്തില്ല. ഇത് എസ്പെഷ്യലി നമ്മൾ കേരളത്തിൽ ട്രൈബൽസിന്റെ ഇടയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇൻ വയനാട് ഏരിയയിൽ ട്രൈബൽസിന്റെ ഇടയിലാണ് ഈ പറയുന്ന സിക്കിൾ സെൽ അനീമിയ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് അബൌട്ട് RBC. അപ്പോൾ RBC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കംപ്ലീറ്റ് ഫാക്ട്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഉള്ളത് നമുക്ക് WBC ഉണ്ട്, അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. അത് നമുക്ക് ഒരു നെക്സ്റ്റ് വീഡിയോ സെക്കൻഡ് പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ അണ്ടിൽ ദെൻ സ്റ്റേ ട്യൂൺ.